ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? സുഖമാണോ? ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞ് ടൗണിലോട്ടൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ബസ്സിനാണ് പോകേണ്ടത്, 2 മണിയുടെ ബസ്സിന് പോകണം. അപ്പോൾ ഞാൻ എളുപ്പം ജോലിയൊക്കെ തീർക്കുവാണ് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റൻറ്റ് പാലപ്പം ഉണ്ടാക്കാം, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എഴുന്നേറ്റ് വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. ഇത് നമ്മളുടെ പൊൻകതിറിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടി. അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പൊങ്ങി വരുവേ. പക്ഷേ മിക്സിയിലൊന്ന് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. വേറെ ഒന്നും വേണ്ട, തേങ്ങ ഒന്നും വേണ്ട. ഈസ്റ്റും എല്ലാം അതിനകത്തുള്ളതെന്ന് തോന്നുന്നു. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. പക്ഷേ എനിക്ക് മിക്സി ഉപയോഗിക്കാനായിട്ട് കറണ്ടില്ല, 5 മണിക്ക് വരുവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ ഇന്ന് ആ പരിപാടി അങ്ങ് മാറ്റാം. നമുക്കിവിടെ നമ്മുടെ കോഴിയുടെ മുട്ടയുണ്ടല്ലോ, മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇനിയിപ്പോൾ ഇന്ന് ഏത്തപ്പഴം പുഴുങ്ങാം. ഏത്തപ്പഴം സാധാരണ വൈകുന്നേരങ്ങളിലാണ് പുഴുങ്ങി കഴിക്കുന്നത്. അവൽ നനച്ചും ഏത്തപ്പഴം പുഴുങ്ങിയൊക്കെ വൈകുന്നേരങ്ങളിലാണ് ചിലപ്പോൾ മിക്കവാറും കഴിക്കാറുള്ളത്. പക്ഷേങ്കിൽ ഇന്നിപ്പം രാവിലെ ഇതേന്ന് ഏത്തപ്പഴവും പുഴുങ്ങി, 4 കഷ്ണം ബ്രെഡ്, അരെണ്ണ, പിന്നെ 2 കഷ്ണം എനിക്കും. ഞാൻ 6 കിലോ കുറഞ്ഞു കേട്ടോ. 73 കിലോ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ 67 കിലോയേ ഉള്ളൂ. 5 അടി 4 ഇഞ്ച് പൊക്കം കേട്ടോ. കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി. പിന്നെ നമ്മളുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം നോർമലായി കേട്ടോ. എനിക്ക് ആ പനി വന്ന സമയത്തെങ്ങാണ്ട് 3 ആഴ്ച കിടപ്പിലായപ്പോൾ ഇതെല്ലാം അങ്ങ് കൂടിയതാണ്. എന്തായാലും ദൈവം സഹായിച്ചെല്ലാം ഓക്കെ ആയി കേട്ടോ. പിന്നെ നമ്മളുടെ ആരണ്ണ് +2ൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു തിരക്കുകൊണ്ടൊക്കെയാണല്ലോ ഞാൻ വീഡിയോ ഒക്കെ ഇടാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഇച്ചിരി തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മെയ് കഴിഞ്ഞ് ജൂൺ തൊട്ട് ശരിക്കും പറഞ്ഞാൽ ആരൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിഞ്ഞ് നമ്മൾ റിലാക്സ് ആയിട്ട് മാത്രമേ എനിക്കിനി ഒരു ജൂൺ തൊട്ടൊക്കെ എനിക്കൊരു മനസ്സിന് സ്വസ്ഥതയുള്ളൂ. അതുവരെ തട്ടിക്കൂട്ടൊക്കെ ആയിരിക്കുമേ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, സഹകരിക്കണേ. പാവം ജോമാസ് വേൾഡ് അല്ലേ, ജീവിച്ചു പോട്ടെ. വരുമാനം ഇതുവരെ കിട്ടാൻ തുടങ്ങിയില്ല. വീഡിയോ ഇടാത്തതുകൊണ്ട് യൂട്യൂബ് വരുമാനം ഡോളറൊന്നും തരുന്നില്ല. എന്തായാലും ഇനിയിപ്പം രാവിലെ പരിപാടികളൊക്കെ തീർത്തിട്ട് ടൗണിൽ പോയേച്ച് 2 മണിയുടെ ബസ്സിന് പോയി. ഞങ്ങളിന്ന് മുഴുവൻ ബസ്സിനായിരുന്നു. ഇങ്ങോട്ട് പിന്നെ ഇപ്പം വൈകുന്നേരം നല്ല മഴക്കാറ്, എന്നിട്ട് മഴ തുടങ്ങി. അത് കാരണം പിന്നെ ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച്, എൻ്റെ കണ്ണിന് എന്തോ ഒരു പ്രശ്നം, എന്തോ കണ്ണിൽ പോയിട്ട് കണ്ണ് ഭയങ്കര ചൊറിച്ചിലും വേദനയും, വീർത്തിരിക്കുന്നു വലത് കണ്ണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചു. എനിക്കൊരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു, ഒരു കൊറിയർ വന്നതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടൗണിൽ പോയി ഞാൻ ഏത്തപ്പഴവും ബ്രെഡും കാണിച്ചുകൊണ്ട് ഇതെല്ലാം പറയുക അല്ലേ, ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാണേ. അപ്പം ടൗണിൽ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് 3 മണിക്കൂർ കൊണ്ട് 5 മണിയായപ്പോൾ തിരിച്ചു വന്നു. ലാസ്റ്റും ബസ്സിന് തന്നെ വരായിരുന്നു. ഞങ്ങളുടെ ഇതുവഴിയുള്ള കരുണ ബസ് 4:45 ഇതുവഴി വരുന്നതുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് പോന്നു. ഞാൻ അവനെ വഴക്ക് പറഞ്ഞിടാ, ബസ് ഒരു 5 മിനിറ്റ് അവിടെ നോക്കി നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവൻ പറയുക മഴ വന്നു കഴിയുമ്പോൾ മൊത്തം നനഞ്ഞ് കുളിച്ച് അവൻ ഭയങ്കര കാലെല്ലാം നനഞ്ഞേ ചെള്ളയൊക്കെ. അപ്പോൾ എന്നോട് ഓട്ടോയിൽ പോയൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ചിട്ട് ഇനി പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ പെട്ടെന്ന് ഓട്ടോയ്ക്ക്. ഞാനിപ്പം ബസ്സിന് തന്നെ പോകത്തുള്ളൂ, കാരണം ഭയങ്കര ഓട്ടോക്കൂലി. അയ്യോ, ഒരു രക്ഷയില്ല. നമുക്ക് ആ പൈസയ്ക്ക് വല്ല വാങ്ങിച്ച് കഴിക്കരുതോ? നല്ല മീനോ ഒക്കെ വാങ്ങിച്ച് കഴിക്കരുതോ? ഇടയ്ക്ക് ഇവന് ബാർബിക്യൂ ഒക്കെ വാങ്ങിച്ച് കൊടുക്കരുതോ? എൻ്റെ വന്നോ, ഓട്ടോ കൂലി അതുപോലെ കൊടുക്കാനുണ്ടോ? എന്തൊരു ഭയങ്കര കൂലിയാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര കൂലിയാണ്. അത് കാരണം ഞാനിപ്പോൾ ബസ്സിനാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കെങ്ങും പോകാറില്ല, ഞാനും ആരണം, അറിയാമല്ലോ. അപ്പം രാവിലെ ബ്രൂ കോഫിയും, ഞാൻ 2 പീസ് ബ്രെഡും, അവൻ 3 പീസേ കഴിച്ചോളൂ. ഒരെണ്ണം മിച്ചം ഇരിപ്പുണ്ട്. അവൻ്റെ 1 പീസ് ഏത്തപ്പഴം പുഴുങ്ങിയതും മേശപ്പുറത്തിരിപ്പുണ്ട്. ഇപ്പം വൈകുന്നേരം അത് അവനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് വേണം. ഞങ്ങൾക്ക് 6:30 പ്രാർത്ഥന, വെള്ളിയാഴ്ചയല്ലേ ഇന്ന്, 6:30 പ്രാർത്ഥനയ്ക്ക് പോകണം. 6:30 പ്രാർത്ഥന തുടങ്ങും.
6:15 ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നതല്ല, ഈ ലൊക്കാലിറ്റിയിൽ അകത്തകത്തകത്തുള്ള സ്ഥലങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ബസ് റൂട്ടൊന്നും അല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് പോയേ പറ്റുള്ളൂ. നടന്നു പോകാനാണെങ്കിൽ അങ്ങോട്ടും രാത്രിയില്ല, ഇങ്ങോട്ടും രാത്രിയില്ല. അതൊക്കെ ഇച്ചിരി റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഓട്ടോയ്ക്ക് അതൊരു 50 രൂപ 60 രൂപ കയ്യിലൊക്കെ തീരും. അത് തന്നെ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ പോകും. ഇതിപ്പോൾ എന്താ 2ൻ്റെ ബസ്സിന് ടൗണിൽ പോവാണേ. പോയിട്ട് വരാമേ. നീലേമരി ഉണ്ടോയെന്ന് തപ്പുവാണ് വഴിയിൽ. ആരാണ്ട് പറഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് ഓട്ടോക്കാർ. ഒരു പഴുത്ത വരയ്ക്കാടൊക്കെ കുറച്ച് പിന്നെ നാട്ടുകാരുടെ ഒന്നും പറിക്കുന്നില്ലേ? പറിച്ചത് ചേച്ചിയല്ലേ ഇത് കിട്ടില്ല, പറിക്കാതിരുന്ന് പോയി ഇഷ്ടോട്ട് ചുമന്നായിരിക്കും. ഒന്നുകൂടെ കാണിച്ച്. പിള്ളേരോട് ചോദിച്ചാൽ പ്രൊഫഷണൽ കൊറിയർ ബസ്സിൽ കോളേജിലെ പിള്ളേർക്കറിയാം. ഇതിനകത്ത് എല്ലാവർക്കും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ആയത് അവർക്കേ അല്ലെ. പിന്നെ എന്നേലൊരു ഷൂസ് വാങ്ങിച്ചാണ്. അപ്പോൾ അത് എനിക്ക് 7 ഇഞ്ച്, ചില കമ്പനിയുടെ 7 മതി, ചിലത് 6 മതി. അപ്പോൾ അത് തിരിച്ചയച്ചു കൊടുത്താൽ മതി. അവർ 6 തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ തിരിച്ചയച്ചു കൊടുക്കുക. ഓൺലൈൻ ഷൂ എന്ത് ലാഭമാണ്. 3000-ൻ്റെ സാധനം 700. ഇതാണ് കോട്ടയം ടൗണിൽ ബെസേലിസ് കോളേജിൻ്റെ അവിടെയുള്ള പ്രൊഫഷണൽ കൊറിയർ. അവിടെ എനിക്കൊരു എസെൻസും വന്നിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ കിട്ടാൻ പാടുള്ള എസെൻസാണ്. പുറത്തിറങ്ങിയാൽ നമ്മുടെ മകനൊരു ജ്യൂസെങ്കിലും മേടിപ്പിക്കുമല്ലോ. ജ്യൂസും ഒരു ചിക്കൻ റോളും. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എൻ്റെ കണ്ണിൻ്റെ ആശുപത്രി അഗർവാൾ. അവിടെ കാണാൻ വേണ്ടി ഇരിക്കുക ജ്യൂസൊക്കെ കുടിച്ചിട്ട്. താഴേക്ക് നോക്കും.